2500-3000 ക്ഷേത്രങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. അതൊന്നാണ് പ്രധാനപ്പെട്ട ഒന്നാണ് അമ്പലപ്പുഴ, നമ്മുടെ ശബരിമലയുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ പ്രധാനമായിട്ടൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അതിൻ്റെ അനുബന്ധമായ 2-3 ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡ് ഇല്ലായിരുന്നു. പല ഹൈക്കോടതി വിധികളും അവിടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കണമെന്ന ഒരു മന്ത്രിയും തയ്യാറായില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം മലബാർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്ന മന്ത്രി താമസിയാതെ മരിച്ചു പോകും എന്നൊരു വിശ്വാസം മലബാറിന് മുഴുവൻ. കാരണം 4000 ക്ഷേത്രമുണ്ട്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമടക്കം 4000 ക്ഷേത്രമുണ്ട്. അത് കൈവശം വെച്ചിരിക്കുന്ന സവാരി വ്യക്തികളും കുടുംബങ്ങളും അവരുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ പതിനെപ്പിച്ച് അന്ധവിശ്വാസമാണത്. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞു, ഞാൻ ഈ ബില്ല് അവതരിപ്പിച്ചു, മലബാർ ദേവസ്വം ബോർഡ് ബില്ല് അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് മലബാർ ദേവസ്വം രൂപീകരിക്കാൻ ഹൈക്കോടതി വിധിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസമോ അന്ധവിശ്വാസമുണ്ട്, മരിക്കുന്ന കാര്യം മരിച്ചോട്ടെ. എന്തായാലും ബില്ല് പാസ്സാക്കി. അതിനുശേഷം ഞാനിപ്പോൾ ഏകദേശം ഒരു 10-18 വർഷം കൂടെ ജീവിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കില്ല, വേറെ വല്ല കാരണവശാലും എനിക്കുന്നത് മാത്രം. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു. കൂടൽമാണിക്ക് ഒറ്റ ക്ഷേത്രം, അതിനൊരു ദേവസ്വം ബോർഡുണ്ട്. ഇപ്പോൾ ഏകദേശം 4 ദേവസ്വം ബോർഡുകൾ, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്. 400 ക്ഷേത്രമുണ്ട്. 5 ദേവസ്വം ബോർഡിലൂടെ അവിടെ ദേവസ്വം കമ്മീഷനുണ്ട്, ധാരാളമാണ്. ക്ഷേത്ര ഉപദേശ കമ്മിറ്റിയുണ്ട്, ധാരാളമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം എന്താ? എന്ത് കാര്യമാണ് അവർ ചെയ്യുന്നത്? ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ ഞാൻ നിയമിച്ച ദേവസ്വം ബോർഡിലെ മെമ്പർമാർ എനിക്ക് നേരെ വന്നു. ഹസ്ബൻഡ് വരം കൊടുത്ത പോലെയായി, നമ്മുടെ നേരെയായി. കാരണം നമുക്ക് പുതിയ കാറ് വേണം, പുതിയ വീട് വേണം, സൗകര്യം വേണം, മറ്റത് വേണം. തരത്തില്ലെന്ന് പറഞ്ഞു. ഒരു പുതിയ വീടും തരത്തില്ല, ഒരു കാറും എടുക്കാൻ സമ്മതിക്കരുത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കാറുണ്ട്, അത് മതി. ഓരോ മെമ്പർക്ക് കാറും വേണ്ട. ഇതാണ് ദേവസ്വം ബോർഡ് വന്നത്. എന്തായാലും കാറിന് വേണ്ടി ഒരുപാട് ബാധിച്ച ആള് ഒരു 5 വർഷവും മരിച്ചുപോയി. അവളിപ്പോ ഇല്ല. അതുകൊണ്ട് മരിച്ചതല്ല, ഇങ്ങനെയൊക്കെയുള്ള ആഡംബരങ്ങളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നാലും ജയിലിൽ പാമ്പുമല്ലേ? അല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തൊട്ട് മുമ്പിരുന്നാൾ ജയിലിൽ പാമ്പുമല്ലേ? അയാളുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച ഇടതുപക്ഷക്കാരനായ മെമ്പറും ജയിലിൽ പാമ്പുമല്ല. ഇടതുപക്ഷ, മറ്റേത് വലതുപക്ഷം. അയാൾ വലതുപക്ഷമായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിൽ ചേർന്നുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. എത്ര തെറ്റായ കാര്യമാണ് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തത്. അയാൾ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലെ ഒരു വീട് തോട്ടക്കാരനായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ്. ഉടനെ നേരെ അങ്ങ് CPM ചേരുക. ചേർന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. എത്രയോ വർഷമായി ഈശ്വര വിശ്വാസമുള്ള എത്രയോ പേര് ഈ CPM അണികളിലുണ്ട്. മെമ്പർമാർ വേണ്ട, അണികളിലില്ലേ? 10-35% വോട്ട് കിട്ടുമായി. ഇപ്പം കിട്ടിയിട്ടില്ല, 26ആയി. കിട്ടും പാർട്ടിയായിരുന്നു അത്. ഈ പ്രശാന്തനെ പോലെ ഒരാളെ ആരെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിന് ഉദ്ദേശം തെറ്റായിരുന്നു. അയാളെ തെറ്റ് കാണിക്കാൻ ശ്രമിച്ചു, അഴിമതി കാണിച്ചു. വീണ്ടും അയാളെ പ്രസിഡന്റാക്കാനുള്ള സ്റ്റാറ്റ്യൂട്ട് ഓർഡിനൻസ് തയ്യാറാക്കി വെച്ചതാണ്. അധികാരം കിട്ടാതെ വന്നതുകൊണ്ട് മാത്രം അയാൾ പ്രസിഡന്റായി. അപ്പൊ എന്ത് മെറിറ്റാണ് ഇപ്പോൾ ഉള്ളത്? അത് ജയിലിൽ പാമ്പുമല്ലേ? എന്താ അയാളെ നിയോഗിച്ച ഇടതുപക്ഷക്കാരന് പറയാനുള്ളത്? ഇതാണോ? PK ചന്ദ്രനെ പോലുള്ളവർ ഇരുന്നതായി ദേവസ്വം ബോർഡിൽ. ഉണ്ണിയപ്പം പുള്ളി കൂട്ടിച്ച് വന്നിട്ടില്ല ഈ ദേവസ്വം ബോർഡ് എല്ലാവരും ചന്ദ്രാനന്ദൻ അങ്ങനെയുള്ളത് ഇരുന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മിനിസ്റ്ററായിരുന്നു. ഒരു ദിവസം ഉള്ള ഒരു 10-3 ചെറിയ ഉണ്ണിയപ്പം വേറെ ഒത്തിരി ഇതൊക്കെ ആയിട്ട് ഒരു കുട്ടം നിറയുന്ന സാധനമായിട്ട് ശ്രീഭദ്രനാഥ ക്ഷേത്രത്തിലെ 2-3 ജീവനക്കാർ വരികയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാനൊന്നും കഴിയും. ഇവിടെ വെച്ചോണ്ട് ഇവിടെ കുടുംബമായിരിക്കണം, അവിടെ കൊണ്ടുപോകണം. അനാഥനം കൊണ്ടല്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പൊ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ലേശം പായസം മാത്രം കൊടുത്തു, ബാക്കിയെല്ലാം കൊടുത്തു കഴിച്ചു. നമ്മളത് കണ്ണടച്ച് വാങ്ങിച്ചാൽ അടുത്ത ദിവസം വലിയ കൊണ്ട് വേറെ വരും. വേറെ പലതും അവിടെ നടക്കും. അവിടെ സ്വർണ്ണമൊക്കെ അറകളിൽ താഴെ വെച്ചേക്കുന്ന സ്ഥലം നമുക്കറിയില്ല, എന്നൊന്നും അറിയില്ല. ഒരു കാരണവശാലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല മന്ത്രിമാർ. ദേവസ്വം മന്ത്രി ഒരിക്കലും പ്രലോഭനത്തിന് വഴങ്ങരുത്. വഴങ്ങിയാൽ നമ്മൾ നശിച്ചു പോകുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ യാതൊരു ആവശ്യമില്ല. ദേവസ്വം കമ്മീഷണറുണ്ട്, പിന്നെ ഹൈക്കോടതിയുണ്ട്, ഓരോ ദേവാലയത്തിൽ ഓരോ ക്ഷേത്രത്തിൽ ഉപദേശ കമ്മിറ്റിയുണ്ട്, അവിടെ ഉണ്ട്, മതിയല്ലോ.
ആവശ്യം രാഷ്ട്രീയക്കാർ കയറിയിരിക്കാൻ വേണ്ടിയല്ലേ, വേറെ ആർക്ക് കയറിയിരിക്കാനാ? എന്തിനാ? ദൈവസങ്കല്പവുമായി യാതൊരു ബഹുമാനമില്ലാത്ത പ്രസാദമാരെ കയറ്റിയിരുന്നാലാണോ ദേവസ്വം ബോർഡ്? ആണോ? കയറ്റിയിരുന്നില്ലേ? ജയിലിൽ പോവല്ലേ ഇപ്പോ മോഷണത്തിന്? ഇവിടെ സ്വർണ്ണമൊന്നും പൂശാതെ സ്വർണം പൂശത് കളർ ബോർഡൊക്കെ തന്നില്ലേ? പല വൃത്തികളും കാണിച്ചല്ലേ നമ്മുടെ മഹത്തായ ദേവാലയത്തിൽ ശബരിമലയിൽ? ഇതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം. ഏത് രാഷ്ട്രീയം വായിക്കോട്ടെ, രാഷ്ട്രീയം ഇല്ലാതിരിക്കണം. ആള് നല്ലവരാണോ, ആളുടെ കൈ സംശുദ്ധമാണോ എന്ന് നോക്കിയാൽ മാത്രം ഏത് രാഷ്ട്രീയമായാലും നമുക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് ഇന്ന കക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞ് അധികാര ദുർവിനിയോഗം നടത്തുകയും ചക്കരക്കുളത്ത് കൈയിടുകയും ചെയ്യുന്നവരാണ് കൂടുതൽ. അത് പാടില്ല. അധ്യക്ഷൻ ഉണ്ണിയെപ്പറ്റി വല്ല ആരോപണം ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ക്ഷേത്രവുമായി എത്രയോ കാലത്തെ അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയമുണ്ട്, ഒരാരോപണമില്ല. ഇവിടെ കളർകോട് ക്ഷേത്രത്തിൽ ഒരു കമ്മിറ്റി വന്നു 2 വർഷം മുമ്പ്. കമ്മിറ്റിയുടെ പേര് കേട്ടപ്പോഴേ പോക്ക് കേടാന്ന് എനിക്ക് മനസ്സിലായി. അവിടെ അങ്ങോട്ട് കയറി എന്തൊക്കെയാണ് കാണിച്ചത്. അവിടെ എല്ലാ ദിവസവും ചുമ്മാ ഞങ്ങൾ സദ്യ കൊടുക്കുക ഇഷ്ടക്കാർക്കല്ല. ഭയങ്കര പ്രശ്നം. എന്നാൽ അഴിമതി ആരോപണമായി അതിനെ ഡിസ്മിസ് ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ. ഇടതുപക്ഷം ബോർഡായിരുന്നു, ഡിസ്മിസ് ചെയ്തു അതിന്. അവിടെ കയറി എന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചത്. അധികാരം എൻ്റെ അടുത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പിന്തുണയൊന്നുമില്ല, നിങ്ങളിത് ശരിയായി കൊണ്ടുപോകുന്ന വിശ്വാസമില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പാർട്ടിയിലുള്ളവരും ഇല്ലാത്തവരൊക്കെ അവിശ്വാസികൾ ആ ദേവാലയങ്ങൾ കൈകാര്യം ചെയ്യട്ടെ, നല്ലപോലെ കൈകാര്യം ചെയ്യട്ടെ. ദേവസ്വം ബോർഡിന് ആവശ്യമുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ 4-5 ദേവസ്വം ബോർഡിലായിട്ട് ഒരു 10-60 പേര് ഇറങ്ങിയാൽ അത്രയും ലാഭം, അത്രയും പണം ദേവസ്വം കിടക്കും, പൂർത്തടിക്കപ്പെട്ടില്ല. ഏതായാലും ദേവസ്വം കാര്യങ്ങൾ നന്നായിട്ട് കിടക്കണം. അമ്പലപ്പുഴ മഹാക്ഷേത്രം അത് കാലങ്ങളെ അതിജീവിച്ച്, നൂറ്റാണ്ടുകൾ അതിജീവിച്ച് നിൽക്കുകയാണ്. അതിനെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ദേവസ്വം കമ്മിറ്റിയെയും ഇവിടുത്തെ പുരോഹിതന്മാരെയും ഉദ്യോഗസ്ഥരെയും വിശ്വാസികളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട്